അത് നമ്മുടെ നാട്ടിലെ ആചാരമാണ്. അങ്ങനെ ഈ പെൺകുട്ടികൾ ഇതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യം ചോദിക്കുക എന്താ, ഞങ്ങളുടെ നാട്ടിൽ പാലക്കാട്ടുകാരിയാണ് ഞാൻ, ഞങ്ങളുടെ നാട് ചോദിക്കുക എന്താണെന്നറിയോ, പണിയൊക്കെ അറിയോ എന്നാണ്. നിങ്ങളാ ചോദിച്ചാൽ അതേ അർത്ഥം തന്നെ. അപ്പം നമ്മൾ വിചാരിച്ച എന്താണെന്നറിയോ, മകനെ കൊണ്ട് കെട്ടി വരുന്ന പെണ്ണ്, നമ്മൾ ബംഗാളികളെങ്ങനെ കേരളത്തിൽ പണിക്കിറക്കിക്കണല്ലോ, അതേപോലെ പണിക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഈ പെൺമക്കൾ എന്ന് തെറ്റിദ്ധരിച്ചു പോയ പെണ്ണുങ്ങൾ, ഉമ്മമാർ നമ്മളാണ്. ഇത് നമ്മൾ എന്ന് നിർത്തുന്നുവോ അന്ന് മാത്രമേ ഉള്ളൂ. പ്രവാചകൻ പറഞ്ഞതെന്താ, 7 ദിവസം നിങ്ങൾ ആ പെൺകുട്ടിക്ക് റെസ്റ്റ് കൊടുക്കണം എന്നാ. എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ രണ്ടാമതൊരു കുട്ടിയെ കെട്ടി കൊടുത്തു, ഒരു മകൻ കെട്ടി, രണ്ടാമത്തെ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ഇന്നേ വരെ എൻ്റെ വീട്ടിൽ ആ കുട്ടി ഒരു ഇല എടുത്തു വെച്ചിട്ടില്ല, ഞാൻ ചെയ്യിപ്പിക്കൂല. കാരണം പ്രവാചകൻ്റെ മാതൃക പിൻപറ്റേണ്ട നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടിയുള്ള പറയന്മാരല്ല, നമ്മൾ പണിയന്മാരാ. പണിയന്മാരാണ് നമ്മളാവേണ്ടത്, പറഞ്ഞടക്കലല്ല. എൻ്റെ മകൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കണം എന്താ പറയുക, പടച്ചവനെ എൻ്റെ കുട്ടിക്ക് പണിയൊന്നും അറിയില്ല, ആ ഉമ്മ നന്നാകണേ. ഞാൻ പ്രാർത്ഥിക്കണം എന്താ പറയുക, പടച്ചവനെ എൻ്റെ കുട്ടികളെ ഉമ്മ നന്നാവണേന്നാ. ഉപ്പ നന്നാവണേ ഇന്നേ വരെ നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണോ? ഇല്ലല്ലോ. അമ്മോശാക്കനെ പറ്റി ഇന്നേ വരെ ചീത്ത വാക്ക് നിങ്ങൾ പറഞ്ഞേക്കണോ, കേട്ടുക്കണോ? ഒരു അമ്മോശാക്കാനെ കാണാൻ വരുമ്പോൾ എൻ്റെ കാക്കുവങ്ങളുടെ കുട്ടനെ നല്ലപോലെ നോക്കണേ എന്ന് പറയില്ല. ഉമ്മാനെ നമ്മൾ തൊട്ട് കൊടുക്കുക, എന്നിട്ട് പറയും ഓളൊക്കെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ, രാവിലെ അങ്ങനെ ചോറും കൊണ്ട് പോകലാട്ടോ, ഒന്നും പണി അറിയില്ല. ഉമ്മ കല്യാണം കഴിഞ്ഞവരെ നെഞ്ചത്തെടിപ്പ അല്ലേ, നെഞ്ച് തിടുങ്ങനെ ഇടിക്കുക, എൻ്റെ നിക്കളയും വേദനയും പറയണേ. ആരാ ഈ സിംഹം? ഞാനെന്ന സിംഹം, ഈ പെണ്ണെന്ന സിംഹം, ഈ സിംഹക്കൂട്ടുക്ക ഈ പൂച്ചക്കുട്ടിനെ കൊണ്ടുവരുന്നത്. ഈ കരടി എപ്പോഴാ ചീറുക എന്ന് വിചാരിച്ചിട്ട് കൊടുത്തയച്ച ഉമ്മയും കരയാണ്, വീട്ടിൽ വരുന്ന പെൺകുട്ടിയും കരയുക. എന്താ, ഈ പുതിയാപ്പളനെ കിട്ടണമല്ലോ നമുക്ക് അല്ലേ, അതിനാ ഉമ്മാനെ എങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ള പേടിയിലാണ് ഈ പെൺകുട്ടി വരുന്നത്. ഈ സ്വഭാവം ആദ്യം മാറ്റേണ്ടത് ഈ പ്രസവിക്കുന്ന ഉമ്മമാർ. ഇനി പറയണ്ടല്ലോ, പ്രസവിക്കുന്ന ഉമ്മമാർ, അതാണ് പ്രസവിച്ചാലും പെണ്ണ് പ്രസവിച്ചാലും ഏത് കുട്ടിയെ പ്രസവിച്ചാലും ഈ പ്രസവിച്ച ഉമ്മ മാറാതെ ഈ ഉമ്മ എന്ന് പറയാൻ തന്നെയല്ല. കാരണം എന്താ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നിസ്ഫുൽ മുജ്തമഇ എന്നാണ്, ഒരു സമൂഹത്തിൻ്റെ പാതി മറ്റതാരാന്നറിയോ, സ്ത്രീ എന്നത് ഒരു സമൂഹത്തിൻ്റെ പാതി. എൻ്റെ സമയം 5 മിനിറ്റാണ്, അതാ ഇങ്ങ് നോക്കണം കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് പറയണമെന്നാണ് ഇവർ നെർഗീസ് ടീച്ചർ പറഞ്ഞേക്കണം. സ്ത്രീ എന്നത് സമൂഹത്തിൻ്റെ പാതിയാണ്. ആ പാതിയിൽ തന്നെ ഇബ്നത്തുണ്ട്, ഉഹത്തുണ്ട്, സൗജത്തുണ്ട്, ഉമ്മുണ്ട്. ഈ 4 സ്റ്റേജും കടന്നു പോകേണ്ട സ്ത്രീയാണ്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ പാതിയായ സ്ത്രീ സമൂഹം നമ്മളാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥർ. നമ്മൾ എന്ന് നന്നായോ അന്ന് നമ്മുടെ സമൂഹം നന്നാവും. അപ്പോൾ സ്ത്രീയുടെ ശത്രുവാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പ്രസംഗിച്ച് പറയും. പക്ഷേ നമ്മൾ നന്നാവണമല്ലോ അല്ലേ? ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു, ഈ വനിതാ ഡേക്ക് എന്ത്, എൻ്റെ വീട്ടിൽ വരുന്ന പെൺകുട്ടിയെ ഞാനൊരു ബംഗാളിയായി കാണൂല, അവളെ 7 ദിവസം റെസ്റ്റ്, എവിടെയെങ്കിലും പോയി ചെക്കനും പെണ്ണും നന്നായി സംസാരിച്ച്